ഓ എന്ത് സുഖമായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങുന്നു. അവിടെ എണീക്കണേ അങ്ങോട്ട്. കണ്ടിട്ട് കൊതിയാവുന്ന ഇങ്ങനെ കിടന്ന് ഉറങ്ങാനായിട്ട്. എടി ചാരു, ഞാൻ വന്ന് എണീക്ക് അങ്ങോട്ട്. നീ വന്ന എടി എന്തിനാണ് എന്നെ ഡിസ്റ്റർബ് ചെയ്ത്? നല്ലൊരു പോളെ കണ്ണടച്ചിട്ടില്ല ഞാൻ. എന്താ നിന്റെ പോൾ അടഞ്ഞില്ലേ? നീ ഇന്നലെ രാത്രി വല്ല എന്തിനും കക്കാനെല്ലാത്തിനും പോയോ? ചേച്ചി കൊറേ നാൾ കൂടിയിട്ട് വരുമല്ലേ, ഇവിടെ നടന്ന സംഭവം എല്ലാം അറിഞ്ഞാണ്. എടി ആ കിണറ്റില് സ്വർണം എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ ഒരു കുന്ത്രാണ്ടം കണ്ടുപിടിച്ച് അതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റിയ സ്വർണം ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയത് അതങ്ങ് എന്നിട്ട് ചെവിയുടെ കേൾവി ശക്തി കുറഞ്ഞു. എന്റെ എന്റെ ആന്തി ഒന്നാം തുറക്കം വിട്ടിട്ടില്ല. പിന്നെ കിളി പറന്ന് പണ്ടാരം. അമ്മാവന്റെ. അയ്യോ അമ്മാവന്റെയോ? ഒന്നാമത് കിളി പോയ മനുഷ്യൻ ഇനി ചെവികൾ കൊണ്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യോടി? എന്തുവാണ് നീ പറയണ? ആ പാവത്തിന് ചെവിയായിട്ടൂടെ മര്യാദക്ക്. എന്നിട്ട് എന്താവാനാടി? കുറെ ടെസ്റ്റും മരുന്നും ഒക്കെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ ഒഴിച്ചു കൊടുക്കുക മറ്റേ തുള്ളി മരുന്നൊക്കെ. കൊറേ പൈസ ആയി കാണൂലോടി ചാരു. കൊറേ പൈസയാടി. പോട്ടൻ അമ്മാവൻ എന്തിന്റെ ആവശ്യമായിരുന്നു ഇതൊക്കെ? ഇതിന് മാത്രം ഒരു കുഴപ്പമില്ലല്ലോ. എടി വേറൊരു സീനുണ്ട്. ഇനി എന്താ? മറ്റേ എക്സ് ഇല്ലേ, ആ പുള്ളി ഇപ്പോഴും നമ്മളെ ഫോളോ ചെയ്തോണ്ടിരിക്കുക. എന്തിനു? പുള്ളി പറയുന്ന എന്തൊക്കെയോ ടാസ്ക് ഒക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുണ്ടെന്നൊക്കെ. എനിക്ക് വയ്യ എന്റെ ദൈവമേ. എന്തായാലും വീട്ടിൽ പോയപ്പോ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. ഈ പ്രശ്നമൊന്നും എനിക്ക് ഇടപെടണ്ടായിരുന്നല്ലോ. അതെല്ലാം കൂടി ഞാനായിരുന്നു ഏറ്റെടുത്തോണ്ടിരുന്നത്. എന്തായാലും നീ ഇപ്പൊ വന്ന നന്നായി. എനിക്ക് ഭയങ്കര ആശ്വാസം ഉണ്ടാവും. ദീപാ കുറച്ചു നേരം കിടന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. കിടക്കാനൊന്നും എനിക്ക് സമയമില്ല. നീ ഇപ്പൊ വന്ന് കയറിയല്ലോ ഹോസ്പിറ്റലിൽ പോലെ കുറെ കാര്യം പറയാനുണ്ട്. എന്റെ പൊന്നു ചാരി, എന്ത് കാര്യമാണെങ്കിൽ നമുക്ക് വൈകുന്നേരം പറയാം. ആ കാലമാടൻ ഡോക്ടർ കിടന്ന് വിളിച്ചോണ്ട് വരും. അങ്ങോട്ടേക്ക് എപ്പോ വരും എപ്പോ ഒരു ഫോണിങ് എടുത്താണ് ഞാൻ കണ്ടു മാറ്റി വെക്കുന്നത്. അങ്ങോട്ട് എടി കൊറേ ഉണ്ട്. എല്ലാം പിന്നെ കേൾക്കാം. പിന്നെ ബാഗിനകത്ത് കുറെ പുതിയ തുണിയുണ്ട്. അതിലങ്ങനെ തൊട്ടയാൻ കായ് ഞാൻ വിട്ടു. എന്റെ സ്വഭാവം നിനക്കറിയാലോ. ഒന്നേ വരെ നിന്റെ എല്ലാ സാധനവും ഞാൻ എടുത്തോണ്ട് പോയിട്ടുണ്ടല്ലോ. ബാഗൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലേ. ഒന്നുകൂടി ചിന്തിക്കടി പോലെ. എന്റെ പൊന്നു ചാരു, ആലോചിച്ച പിന്നെ ഇങ്ങോട്ട് വരാനേ തോന്നത്തില്ല. നീ എന്നെ ഓർമ്മിപ്പിക്കല്ലേ. എന്നാ ആലോചിക്കണ്ട, വേഗം വന്നാ മതി. അതാണ് ഈ നല്ല കുട്ടിയായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങും. ജീവിതം ജോലിക്കും വേണ്ട കൂലിക്കും വേണ്ട. പിന്നെ ചാരു എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിൽ പോലും നീ എന്നെ വിളിക്കല്ലേ കേട്ടോ. ആ എടി ശ്യാം വിളിക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ എത്തിയിട്ടില്ലെന്ന് പറയണം കേട്ടോ. അതെന്തിനാ നിങ്ങൾ തമ്മിൽ ഉടക്കിയോ? ഉടക്കൊന്നുമല്ല, എന്നാലും ഒരു ചെറിയ പണക്കം. എടി കാര്യം എന്താ ചോദിക്ക്. പിണക്കല്ലേ എന്നും അത് തന്നെയല്ലേ നീ എന്റെ അടുത്ത് കാണിച്ചോണ്ടിരിക്കും. പറയട്ടെ പോട്ടെ. എടി വാട്സപ്പിലെ ഓരോ മെസ്സേജ് ഇട്ടിട്ട് അപ്പൊ തന്നെ ഡിലീറ്റ് എവരിവൺ കൊടുക്കും ഞാൻ കാണാതെ. എന്നിട്ട് ഞാൻ എന്താന്ന് ചോദിക്കുമ്പോൾ ഒരു അക്ഷരം മിണ്ടത്തില്ല. അത് തെറ്റല്ലേ? തെറ്റല്ലേ? ആ അതുകൊണ്ടാ മിണ്ടാത്തത്. അപ്പം ഇവിടെ വന്നാന്ന് പറയണം കേട്ടോ. അപ്പൊ ശരി, ഓക്കെ ബൈ ഡി. നല്ല ഉറങ്ങാം. ഇവിടെ നിക്കുവായിരുന്നോ? എന്റെ പൊന്നമ്മാവൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയതേ? എന്തൊക്കെയായി കാണിച്ചു കൂട്ടിയതെന്ന് കേട്ടൂടാ. എന്തോന്ന് പറ. കൂവിയതാണ്. ചെറുതായിട്ട് ദൂരെ കേക്കും പോലെ കേക്കാം. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പാവങ്ങൾ നടന്ന മനുഷ്യനാ. എല്ലാം ശരിയാകും കേട്ടോ. ശശിയാ? ശശിയല്ല, ശരിയാകും. ഏത് ശശി? ശശിയല്ല മാവ, ശരിയാകും. ശനിയാഴ്ച അല്ല ഞായറാഴ്ച. എല്ലാം ശരിയാകും. എന്റെ ഭഗവാനെ, എങ്ങനെ നടന്ന മനുഷ്യനാ തൊണ്ടവേന എടുക്കുന്ന കമ്പിളി പുതപ്പ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ജോലിക്ക് നീ ജോലിക്ക് പോണെന്നാ? പോയിട്ട് വാ. അതിനെന്തിനാ എത്രയും പറയണേ? വെച്ചാ പോകാം. ഈശ്വര, ഇത് ആരാ ഈ പരിപാടി ചെയ്തത്? ഇത് കിച്ചണാന്നുള്ളൊരു ബോധം ഓർമ്മത്തിനുമില്ലേ? ആരായിരിക്കും വേറെ ആരെയാനാ? എടി സ്റ്റെഫി, ശരിയാക്കി തരാം മോളെ. ഹലോ സ്റ്റെഫി, മോള് റൂമിലുണ്ടോ? ആണോ? എന്നൊന്ന് കിച്ചൺ വരെ വരുമോ? അതൊക്കെ ഉണ്ട്. നിനക്കൊരു സാധനം തരാൻ. അപ്പൊ പോരെ? വേഗം വാട്ടോ.
വെച്ചിട്ടുണ്ടടി മോളെ. ഇന്ന് നിന്റെ അമ്മ ഇങ്ങ് വാ. എന്റെ ദൈവമേ. ആ കുണിങ്ങി വന്നുണ്ട്. ഇന്നത്തോടുകൂടി നിന്റെ കുണുക്ക ഞാൻ നിർത്തും. നല്ല സുഖമുണ്ടല്ലേ? കാണിച്ചിട്ടടി. ഡാൻസ് ഒക്കെ പിന്നെ നീ ആദ്യം ആ കുന്ത്രാണ്ട് അടിച്ച് മാറ്റി. ആ സാധനം എടുത്ത് മാറ്റാൻ. എനിക്ക് സ്പെഷ്യൽ തരാൻ വിളിച്ചാണോ? സ്പെഷ്യൽ അല്ലേ? ഞാൻ സ്പെഷ്യൽ നിന്നെ കൊണ്ട് തീറ്റിക്കുന്നുണ്ട്. എന്താ സ്പെഷ്യല്? മോളെ ദേ ഈ തറയെ കാണുന്നതും ദോ ആ വാഷ് ബേസിൽ കാണുന്നത് എന്താ? തറയില് ടൈല്, വാഷ് ബേസിലെ പൈപ്പ്. അതല്ലാണ്ട് നിനക്കൊന്നും കാണാൻ പറ്റുന്നില്ലേ? ഇല്ലല്ലോ. തറയിൽ അഴുക്കും വാഷ് ബേസിലെ പാത്രങ്ങളുടെ അവസ്ഥ നിനക്ക് കാണാൻ പറ്റുള്ള? ഓ ഇതായിരുന്നു, ഇതങ്ങ് തെളിച്ച് പറഞ്ഞാ പോരെ. അല്ല ഇതൊക്കെ നീ എന്തിനാ എന്നെ വിളിച്ചു കാണിക്കണേ? പിന്നെ നീ ചെയ്ത തോന്നിവാസത്തിന് നിന്നല്ലാണ്ട് പിന്നെ വേറെ ആരെ വിളിച്ച് കാണിക്കൂടി? ഇതേ ചാരു, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്റെ തലയെ കൊണ്ട് വെച്ച് തരാൻ നോക്കിയാണ്ടല്ലോ. കൈ ചൂണ്ടടി ചൂണ്ടി നീ എന്തോ ചെയ്യും? കാണിച്ചു തരും ഞാൻ. എടി ഇവിടെ ഞാനും നീ അല്ലാണ്ട് വേറെ ആരോ ഉള്ളത്? അവന്തിയാണ് ഇത് പുറത്തുനിന്ന് വന്ന് നേരെ ഡ്രസ്സ് മാറി ഹോസ്പിറ്റലിൽ പോയി. പിന്നെ ആരോ ഉള്ളത്? ആ ടീന വല്ലായിരിക്കും. ടീന ഈ പരിസരത്തെ വരാറില്ല. അത് അങ്ങനെ ഒരു ജന്മം. പിന്നെ ഞാനാന്നാണ് പറയണേ? ഉറപ്പായിട്ടും നീയാണ്. അതോട് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് ഇവിടുന്ന് പൊക്കോ. അയ്യടാ എന്റെ പട്ടി ക്ലീൻ ചെയ്യും. ഞാനങ്ങല്ല ഇത് ചെയ്തത്. പട്ടിയെങ്കിൽ പട്ടി, നിന്റെ പട്ടിനെ കൂടെ ഞാൻ ക്ലീൻ ചെയ്യടി. ഇല്ലടി. ഇല്ലേ? ഇല്ല. അത്രക്കായോ? ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്റെ പൊന്നു പറഞ്ഞ കൂടുതൽ തള്ളരുത്. നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ എങ്ങനെയാന്ന് എനിക്കറിയാം. ഓ നീ അങ്ങ് ചെയ്യിപ്പിക്കും. കാണണമല്ലോ. കാണണോ? എന്നെ ചാലഞ്ച് ചെയ്യരുത് മോളെ. എനിക്ക് കുറച്ച് ഭ്രാന്താണ്. ഇമ്മാതിരി വൃത്തിയോടാക്കി കിട്ടുന്നത് എനിക്ക് കണ്ട ദേഷ്യമാണ്. എനിക്ക് എന്റെ പൊന്നു ചാരു, ഞാൻ എന്നത് ചെയ്തത്. ഇറങ്ങിക്കോ. എനിക്ക് നീ പെണ്ണിനെ കൊണ്ട് ഞാൻ അല്ലെന്ന് പറഞ്ഞു. ഞാൻ അല്ലെന്ന് പറയില്ല എന്നോട്. നീ താഴെ ഇറങ്ങു മോളെ. മോളെ ഡീവിയേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കണേ. ഞാൻ നിന്നെ എടുത്തിട്ടിറങ്ങി. അങ്ങോട്ട് നോക്ക് വേണേ. അല്ല മാനല്ലേ അങ്ങോട്ട് നോക്ക് വേണേ. അപ്പൊ അമ്മാവനാണ് ഇത് ചവിട്ടി കയറ്റിയത്. മോളെ മറ്റേ മരുന്ന് ഒഴിച്ചില്ല ഇതുവരെ. ചെവിയില് പിന്നെ ഒഴിക്കാം. ആരുടെ ചേട്ടനോ അനിയനു? അമ്മാവനെ തൽക്കാലം പോയി റെസ്റ്റ് എടുക്ക്. കഴിക്കാനാ? ഞാൻ കഴിച്ചു. മോള് കഴിച്ചോ? ഞാന് ചന്തയിൽ പോയിട്ട് വരാം. ചന്തയില്. ഒരു മിനിറ്റ്. കാലിലെന്താ? കാലില് ചെളി ചെളി. വളിയാ ഞാൻ വിട്ടില്ല. സത്യാറ്റും വിട്ടില്ലേ? സത്യം. ഞാനേ പോയിട്ട് വരാം. ഞാൻ ക്ലീൻ ചെയ്തോളാം. പൊട്ടന്മാരുടെ വീടാ. എന്താണ് ഇപ്പൊ മനസ്സിലായോ ഞാനല്ല ചെയ്തെന്ന്? സോറി. എനിക്ക് നല്ല മൈൻഡ് ആയിപ്പോയോ? അല്ലെങ്കിൽ ഞാൻ കണ്ടീഷൻ ആക്കിയാനെ. നിനക്കറിയാൻ മേല കേട്ടോ. ബാലുണ്ടല്ലോ, ഞാൻ ഇടിച്ച് പരിപ്പളക്കുള്ളാണ്. അവലെ വന്നു. അവളുണ്ട്. അവളുടെ ഒരു സെബാനുണ്ട്. സെബാന്റെ നമ്പർ എവിടെ നിന്ന് കിട്ടുന്നാവും? ഉറപ്പായിട്ട് ചെക്കൻ എവിടെ നിന്ന് വിളിച്ചോണ്ടെന്ന്. അപ്പം അറിയുള്ള ധൈര്യം എന്താണ്? കാണിച്ചരാടി. ഞാൻ എടുത്തോളാം. ഇത് ഞാൻ തന്നെ ക്ലീൻ ചെയ്യണമല്ലോ. ചേട്ടാ. ആഹാ. നീ ഇതെവിടെ പോയിട്ട് പറഞ്ഞേ? അമ്പലത്തിൽ പോയതാ. അമ്പലത്തിൽ പോയിട്ട് വന്നതാ. എന്ത് വിശേഷം നല്ല ഓർമ്മയുണ്ടോ? ചെവി കേട്ടൂടാന്ന് ഇവളടുത്ത് ഇപ്പൊ പറയാതിരിക്കുകയാണ് നല്ലത്. പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് നാട്ടു നീളെ പറഞ്ഞു പോകുന്നുണ്ട്. ചേട്ടാ അല്ല എന്തോ ഓർക്കുന്നേ? ഞാൻ പറഞ്ഞ കേട്ടോ? അതെ, വീട്ടില് മീൻ കിട്ടിയാ? ഇല്ലെങ്കിൽ ഞാൻ ചന്തയിൽ പോകുമ്പോ വാങ്ങിച്ചോണ്ട് വരാം. അല്ല ചേട്ടാ, വെഡിങ് ആനിവേഴ്സറി ആയിട്ട് മീനാണോ വാങ്ങിക്കുന്നേ? അല്ലെങ്കിൽ നമുക്കൊരു കോഴി വാങ്ങിക്കാം. നല്ലൊരു ദിവസമായിട്ട് ചിക്കനും മീനൊന്നും വേണ്ട. നമുക്ക് പിള്ളേരെല്ലാം ഇല്ലയോ, നമുക്ക് സദ്യയൊക്കെ ഒരുക്ക, അവിയലോ സാമ്പാറോ ഒക്കെ വെച്ചേ. നിന്റെ
ഒരു കാര്യം എന്താ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചിക്കൻ വാങ്ങിച്ച് പൊരിക്കാം. ചിക്കൻ 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 വേണ്ടെന്നല്ലേ പറഞ്ഞത്? നീ എന്തിനു ദേഷ്യപ്പെടണേ? പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും? ഞാനേ എന്നാ ചന്തയിൽ പോയിട്ട് വരാം. പിന്നെ സോറി, ഞാൻ ദേഷ്യപ്പെട്ട നല്ല ദിവസമായിട്ട് സാരമില്ല കേട്ടോ. അല്ല ചേട്ടാ, എന്തിനാ ഇങ്ങനെ ചിരിക്കുന്ന? ഭയങ്കര ഓവറാട്ടോ. എന്നാ പോയിട്ട് വാ. വരുമ്പോഴേ ഒരു ചുരിദാറോടെ വാങ്ങിച്ചോണ്ട് പറഞ്ഞേ. അപ്പൊ ശരി 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 ചേട്ടാ, പിന്നെ ഒരു കേക്ക് കൂടെ വാങ്ങിക്കണേ. പിള്ളേരെല്ലാം ഉള്ളല്ലേ, നമുക്ക് ഒന്നിച്ച് മുറിക്കാം. എല്ലാം റെഡി എല്ലാം റെഡി. എന്തോ ചിരിച്ചോണ്ടിരിക്കുന്നു, കുഴപ്പമല്ലോ ഉണ്ടോ? അമ്മേ ചാരു. ആ രുക്കു, അയ്യോ അമ്മാവനിപ്പൊ പുറത്തേക്ക് ഇറങ്ങിയുള്ളൂ. ആ ഞാൻ കണ്ടായിരുന്നു. ഞാൻ കുളിച്ചിട്ടില്ല. അയ്യേ. അയ്യേന്നോ? ഇത്ര രാവിലെ ആരെണീറ്റ് കുളിക്കുന്നത്? അതൊന്നും എന്ത് തണുപ്പാ? ആ തണുപ്പൊക്കെ ഞാൻ ഇന്നലെ കുളിക്കാറുണ്ട്. ഒരു അമ്പലത്തിൽ പോകണ്ടായിരുന്നോ? അതുകൊണ്ട് കുളിച്ചു അല്ലേ രാവിലെ? അല്ലല്ല, ഞാൻ രാവിലെ വൈകിട്ടും കുളിക്കും. ഇപ്പൊ എന്നെ ആക്കിയതാന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ഞാൻ 2 നേരം കുളിക്കാറുണ്ട്, പക്ഷെ കുറച്ച് ലേറ്റ് ആവും മാത്രം. ഇതൊക്കെ ചെയ്യേണ്ടത് കണ്ടില്ലേ? നോക്ക്, തറ കിടക്കം നോക്ക്. പിന്നെ ഒക്കെ പോട്ടെ, നിന്റെ അമ്മാവൻ എന്താ പറ്റിയേ? അമ്മാവനെന്ത് പറ്റി? അല്ല, ഒരു പരസ്പര ബന്ധമില്ലാത്ത പോലെ സംസാരിക്കുന്നേ. ആണോ? എന്റെ അടുത്ത് അങ്ങനെയൊന്നുമല്ലല്ലോ സംസാരിക്കുന്നത്. അമ്മാവനെ ഓക്കെയാ? അല്ല, ഒരു എന്തോ പ്രശ്നമുണ്ട് ചാരു. തോന്നിയതായിരിക്കും രുക്കു. അമ്മാവൻ ഓക്കെയാണ്. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി, അതെങ്കിലും ഓർമ്മയുണ്ടെന്ന് ആർക്കറിയാം. ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണോ? ഏടാ പറയണ്ടേ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു. അപ്പൊ ഞങ്ങള് നിങ്ങളുടെ കല്യാണം കഷ്ടപ്പെട്ട് നടത്തി തന്നിട്ട് 1 വർഷമായി. എത്ര പെട്ടെന്നാ സമയം പോയത്. പിന്നല്ലേ. അപ്പൊ ട്രീറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്, എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വന്നാ കൊള്ളാം. അമ്മാവന്റെ അടുത്താ എന്നാ കിട്ടിയത് തന്നെ. എന്താ പറ്റി? അതല്ല, അമ്മാവൻ എപ്പോ വരുന്നു ആലോചിക്കുമായിരുന്നു. ഇപ്പൊ തന്നെ വരുമായിരിക്കും അല്ലേ? ഇന്ന് വാങ്ങിച്ചോണ്ട് വന്നില്ലേ നോക്കിക്കോ, ഞാൻ ഡിവോഴ്സ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ വെഡിങ് ആനിവേഴ്സറി ദിവസം ഡിവോഴ്സ് നടക്കും. ഇപ്പൊ തന്നെ നടക്കും. തോക്കണ ചാരു ഒന്ന് വന്ന ഒരു കാര്യം പറയാം. സ്റ്റെഫിയുടെ റൂമിൽ കേട്ടോ. ഇപ്പൊ എത്തിയോളാ. ഒരു കാര്യം പറയാം, എൻ്റെ വർക്കിന്റെ കാര്യം. വാ. എന്ത് പറ്റി? വർക്കിന്റെ നമ്മളൊരു വർക്ക് ചെയ്യണ്ട ഒരുമിച്ച്. ഇപ്പൊ വരാം. എന്താടി നീ വീണ് തല്ലുകൂടാൻ വന്നല്ലേ? എനിക്ക് വേറെ പണിയില്ലല്ലോ, എന്നെ ഇവിടെ വിളിച്ചിട്ട് ഞാൻ വന്നതാ. എന്താ കാര്യം? അതെ, വഴക്ക് കൂടല്ലേ. നമ്മൾ 3 പേര് അറിയേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് ചുക്കു കേൾക്കുകയും ചെയ്തത്. അതുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ചേ. അതെ എടി, ഞാൻ നമ്മുടെ അമ്മാവന്റെ സ്കാനിങ് റിപ്പോർട്ടായിട്ട് ഡോക്ടറെ അടുത്ത് പോയായിരുന്നു. എന്നിട്ട് പുള്ളി എന്ത് പറഞ്ഞു? ഇച്ചിരി പ്രശ്നമാണ്. എന്ത് പറ്റി ഡോക്ടർ? ഇയാളുടെ ഇയർ നെർവ്സ് പാർഷ്യലി ഡാമേജ് ആണ്. അയ്യോ, പെട്ടെന്നൊരു കീ ഹോൾ സർജറി ആവശ്യമാണ്. അപ്പോൾ എത്ര രൂപയാവും? അറൗണ്ട് 2 lakhs. 2 ലക്ഷം രൂപയോ? അതൊന്ന് കരുതി വെച്ചോളൂ. ഇത്രയും പൈസ നമ്മൾ എവിടെ നിന്ന് ഒപ്പിക്കും? എടി, അതാണ് ഞാനും ഇപ്പം ആലോചിക്കുന്നത്. എന്താ എല്ലാവരോടും ഒരു ചർച്ച? വെഡിങ് ആനിവേഴ്സറി പ്ലാനിങ് വല്ലതും ആണോ? ഇത് പൈസ ഒന്നും ചെലവാക്കണ്ട കേട്ടോ. അങ്ങനെയൊന്നും ഇല്ല ലുക്കോ. പിന്നെ എന്തൊരു മുഖത്ത് ആർക്കും ഒരു തെളിച്ചില്ലല്ലോ. എന്തെങ്കിലും ടെൻഷൻ വല്ലതും ഉണ്ടോ? അങ്ങനൊന്നുമില്ല. നമ്മളെ നിങ്ങൾക്ക് എന്ത് സർപ്രൈസ് തരുന്ന ആലോചിച്ചതായിരുന്നു. അത്രേ ഉള്ളോ? അല്ല, പക്ഷെ എന്തോ ഒരു സങ്കടം പോലെ ഉണ്ട്. നമുക്ക് പായസം ഉണ്ടാക്കാം അല്ലേ? അപ്പൊ വെഡിങ് ആനിവേഴ്സറി വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ആണോ? അത് നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞ പോലെ ഞാൻ ഉണ്ടാക്കി തരത്തില്ലയോ? നിങ്ങൾക്ക് ഏത് പായസം വേണ്ടേ? അരിപ്പായസം വേണോ, കടല പായസം വേണോ, അതോ പ്രഥമം വേണോ? ഒരു കാര്യം ചെയ്യാം, അമ്മാവന് ഇഷ്ടമുള്ള പായസം ഏതാ? ജേട്ടന് പാൽപ്പായസം ഭയങ്കര ഇഷ്ടമാ. അപ്പൊ പാൽപ്പായസം തന്നെ ആയിക്കോട്ടെ. പാൽപ്പായസം തന്നെ മതി. മതിയോ? കടയിൽ പോയി സാധനം വാങ്ങിക്കാം. എന്നാ ഞാനും വരാം. ശരി, നീയും കൂടി ചെല്ലും. പോട്ടെ, ബാ.
എടി രുക്കുവിനോട് ഇത് പറയാതെ എങ്ങനാ? ഇന്നൊരു വെഡിങ് ആനിവേഴ്സറി അല്ലേ, ഇനി ഇത് പറഞ്ഞിട്ട് എന്തിനാ വെറുതെ സന്തോഷം ഇല്ലാണ്ടാക്കുന്നത്? എടുക്ക്. എങ്ങനുണ്ട്? കൊള്ളാവോ? നല്ല വയസ്സാ. എന്നാലും നിങ്ങളുടെ മുഖത്തൊരു സന്തോഷം ഇല്ലല്ലോ. നിങ്ങൾ വേറെ എന്തോ ചിന്തകളിലാ. എന്തോ പറ്റിയെന്നറിയില്ല എല്ലാവർക്കും. അല്ലല്ല, പായസം നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അപ്പൊ അത് അല്ലേ? അതെ. ആഹാ, എല്ലാരും കൂടെ പായസം കുടിച്ചോണ്ടിരിക്കാണാ? നിങ്ങൾ എന്തോന്ന് വിശേഷം? പറഞ്ഞത് വാങ്ങിച്ചില്ല ചേട്ടാ. ചേട്ടനെല്ലാം ഒരു തമാശയായിരിക്കും, എനിക്ക് തമാശയായിട്ടും തോന്നുന്നില്ല. ഇത് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി വല്ല ഓർമ്മയുണ്ടോ? അല്ലല്ലോ, അതൊക്കെ ആരും ഓർക്കാനോ? ചേട്ടൻ ഒന്നും സന്തോഷമായിരിക്കുള്ളേ. പായസം എങ്ങനെയുണ്ട്? ഞാൻ പറയുന്നത് എന്തെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ ചേട്ടാ? ചാരു കണ്ടോ, ഞാൻ പറയുന്നത് കേൾക്കുന്ന പോലുമില്ല. രുക്കു വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങള്. അമ്മാവനിപ്പൊ കുറച്ച് പ്രശ്നത്തിലാ. ഇയാളുടെ ഇയർ നെർവ്സ് പാർഷ്യലി ഡാമേജ് ആണ്. അയ്യോ, പെട്ടെന്നൊരു കീ ഹോൾ സർജറി ആവശ്യമാണ്. അപ്പോൾ എത്ര രൂപയാവും? അറൗണ്ട് 2 lakhs. അതുകൊണ്ട് അമ്മാവൻ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്ന, അല്ലാണ്ട് സ്നേഹമില്ലാത്തോണ്ടല്ല. ഇത്ര പൈസ ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കും? നീ ഇങ്ങനെ കരയാതെ. ആ, ഇത് കുടിക്കും. എന്റെ കേൾവിക്കല്ലേ കുഴപ്പമുള്ളൂ. അത് ഞാൻ പറയുന്നത് നിങ്ങൾക്കെല്ലാം കേൾക്കാമല്ലോ, അത് മതി. ബാക്കിയൊക്കെ വിധി പോലെ വരട്ടെ. കരയാതെ. കുടി. പിന്നെ ഞാൻ മറന്നിട്ടൊന്നുമില്ല, നമ്മളെ ഹാപ്പി മാരീഡ് അല്ലേ എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. കുടിച്ചു, അറിയാതെ.